ബസിന്റെ ഫീസ് അടയ്ക്കാൻ വൈകിയതിന് UKG വിദ്യാർത്ഥിയെ വഴിയിൽ ഉപേക്ഷിച്ചു ബസ് പോയ സംഭവം ഇന്നലെയാണ് ഉണ്ടായത്. മലപ്പുറം ചേലേമ്പ്ര LP സ്കൂളാണ് പിഞ്ചു കുഞ്ഞിനോട് കൊടും ക്രൂരത കാട്ടിയത്. 2 മാസത്തെ ഫീസായ 1000 രൂപ അടയ്ക്കാൻ അല്പ ദിവസം വൈകിയതിനാണ് കുട്ടിയോട് ക്രൂരത കാട്ടിയത്. എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകൾ ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വിളിക്കുകയും അതുപോലെ തന്നെ വേണ്ട കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായവും, സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് തൽക്കാലത്തേക്ക് അവരുടെ ഭർത്താവ് വിദേശത്താണ്, അവിടെ ജോലി സംബന്ധമായ ചില പ്രയാസമുണ്ടായതാൽ തൽക്കാലത്തേക്ക് മാത്രമാണ് ചെറിയൊരു പ്രയാസമുണ്ടായത്. അതുകൊണ്ട് അതന്നെ അവർ കൃത്യമായി അവരുടെ ക്ലാസ് ടീച്ചർ അറിയിക്കുകയും ചെയ്തിരുന്നു. തൽക്കാലത്തേക്ക് ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് പണം ഒന്നിച്ച് പിന്നീട് അടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ഇവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ക്ലാസ് ടീച്ചർ ഇത് അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ആ പൈസ അടയ്ക്കുമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ ആ ക്ലാസ് ടീച്ചർ അത് അംഗീകരിച്ചത് കൊണ്ടാണ് പിന്നീട് അടയ്ക്കാമെന്ന് വെച്ചത്. അതാണ് ഈ പ്രധാന അധ്യാപിക ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരുന്നത്. വലിയ സങ്കടം. നേരത്തെ PG പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതാണ് യൂണിഫോം ഒക്കെ വിട്ട് വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ തൂക്കി മറ്റൊരു LKG UKG-കാരന്റെ കൂടെ ബസ് കാത്തു നിൽക്കുകയാണ് ഈ കുഞ്ഞ്. അപ്പോഴാണ് ബസ് വരുന്നു, ഈ കുഞ്ഞിനെ കയറ്റാതെ മറ്റേ കുഞ്ഞിനുമായി കടന്നു പോവുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രധാന അധ്യാപികയെ വിളിക്കുന്നു. ആ കുഞ്ഞിന്റെ അമ്മ ഫീസ് തന്നിട്ടില്ല, അതുകൊണ്ട് ആ കുട്ടിയെ കയറ്റേണ്ട, ബസ്സിൽ കയറ്റേണ്ട എന്ന് പറയുകയാണ്. അത് ആ കുട്ടിക്കുണ്ടാക്കിയ സങ്കടം വളരെ വലുതാണ്. ആ കുട്ടി കണ്ണിൽ വെള്ളം നിറച്ചാണ് വീട്ടിലേക്ക് മടങ്ങി വന്നതെന്ന് അമ്മ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കേണ്ടത് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം അവകാശമാണെന്ന് നിയമം നിൽക്കുന്ന ഒരു രാജ്യത്താണ് സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തതെന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് നിന്റെ വീട്ടിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല, മാറി നിൽക്ക് എന്ന് പറഞ്ഞത്. 2 മാസത്തെ 500 രൂപ വെച്ചുള്ള കുടിശ്ശികയ്ക്ക് ഒരു സാവകാശം ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർ പണം കൊടുക്കുമായിരുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നീ പണം തരാത്തവനാണ് മാറി നിൽക്കാൻ പറയാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തോന്നുന്നതെന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കുക? പണത്തൂക്കത്തിന് വേണ്ടി മാത്രമാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക? ഭാര്യയും ഭർത്താവും അധ്യാപകരും മാനേജരും ഒക്കെ ആയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അവിടേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെ പോക്കറ്റിലെ പണത്തിൻ്റെ തൂക്കത്തിന് വേണ്ടി മാത്രമാണ് ഈ സ്ഥാപനം നടത്തുന്നതെങ്കിൽ മറ്റെന്തെല്ലാം കച്ചവടം, എന്തെല്ലാം തൊഴിൽ, എന്തെല്ലാം ബിസിനസ് അവർക്ക് നടത്താം.